ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ടാറ്റ ഇപ്പോൾ നടക്കുന്ന നമ്മുടെ ഭാരത് മൊബിലിറ്റി ഷോയിലും അതുപോലെ അല്ലാതെയും 3 പുതിയ വാഹനങ്ങളാണ് അൺവെയിൽ ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് നിങ്ങൾ കാണുന്ന സിയറ EV ആണ്. പിന്നെ ഉള്ളത് അവിന്യ കോൺസെപ്റ്റ്. നമ്മൾ 2 വർഷം മുന്നേ കണ്ട ആ വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ സ്പെക് വേർഷനും അവരിപ്പോൾ കാണിച്ചിട്ടുണ്ട്. പ്രൊഡക്ഷൻ സ്പെക്ക് മീൻസ് ക്ലോസ് ടു റിയൽ ലൈഫ് എന്ന് പറയാം. കംപ്ലീറ്റ്ലി ഒരു കോൺസെപ്റ്റലൈസ്ഡ് വേർഷൻ അല്ല. ഇത് വേണമെങ്കിൽ അവർക്ക് പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുവരാം. ഇനി അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാഹനം ഹാരിയർ EV ആണ്. ഇതിൻ്റെ അകത്തും കുറച്ചൊക്കെ മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈവൻ ദോ കാണാൻ വലിയ വ്യത്യാസം തോന്നുന്നില്ല എങ്കിൽ പോലും നമുക്ക് ആദ്യം തന്നെ ഇവരുടെ ഇതിൽ ഒരു ഷോ സ്റ്റീലർ ആയിട്ടുള്ള നമ്മുടെ പഴയ ലെജൻഡ് റീബോൺ ഓർ സിയറ EVയെ പറ്റി തന്നെ ഡിസ്കസ് ചെയ്യാം. സിയറ EV എന്ന് പറയേണ്ട കാര്യമില്ല, കാരണം ഇത് ഇലക്ട്രിക്കൽ മാത്രമായിരിക്കില്ല. ഇത് ജനറേഷൻ 2 ആർക്കിടെക്ചർ ആയതുകൊണ്ട് നമുക്ക് ഇലക്ട്രിക് അതുപോലെ പെട്രോൾ, ഡീസൽ തുടങ്ങിയ എല്ലാ പവർ ട്രെയിൻ ഓപ്ഷൻസിലും ലഭിക്കും. പവർഫുൾ എഞ്ചിൻസ് ഒക്കെ ഇതിനകത്ത് കിട്ടുമെന്നും ടാറ്റ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഏത് എഞ്ചിൻസ് ആണ് അതുപോലെ എന്ത് ബാറ്ററി പാക്ക് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് തുടങ്ങിയ ഒരു കാര്യം അവർ പറഞ്ഞിട്ടില്ല. നമുക്കിപ്പോൾ ആകെപ്പാടെ നോക്കാൻ പറ്റുന്നതിൻ്റെ ഡിസൈൻ മാത്രമാണ്. സോ എന്തായാലും ഫ്രണ്ട് പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ ഇതിന് മുന്നേ അവർ കാണിച്ചിട്ടുള്ള സിയറ EVയും ഓൾമോസ്റ്റ് സിമിലർ ഡിസൈനാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ എന്നാൽ അതിനകത്ത് ഈ ഫ്രണ്ടിൽ കാണുന്ന ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ് ഇല്ലായിരുന്നു. ഈ യെല്ലോ കളറിൻ്റെ കൂടെ ഗ്ലോസി ബ്ലാക്ക് വരുന്ന സമയത്ത് കോമ്പിനേഷൻ അത്ര നല്ലൊരു ഇതിൽ പോകുന്നില്ല. പക്ഷെ എന്നാലും വേറെ ഇപ്പോൾ വൈറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളേഴ്സൊക്കെ ആയിരുന്നെങ്കിൽ നല്ലൊരു കോൺട്രാസ്റ്റ് ഫീൽ വന്നേനെ. ഇതും ഇപ്പോൾ കുഴപ്പമുണ്ടെന്നല്ല, പക്ഷേ അവർ ഈ വലിയ ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ് വെച്ച് നമ്മുടെ പഴയ സിയറയുടെ ഒരു ലുക്ക് പിടിക്കാൻ നോക്കിയതാണെന്ന് പറയാം. കാരണം അതിൻ്റെ അകത്ത് സ്ക്വയർ ഹെഡ്ലൈറ്റ്സ് ഒക്കെ ആയിരുന്നു, വലിയ ഹെഡ്ലൈറ്റ്സ് ആയിരുന്നല്ലോ. ഇത് പക്ഷേ നമുക്ക് വളരെ സ്ലിം ആയിട്ടുള്ള LED DRLs ആണ് ടോപ്പ് പോർഷനിൽ കിട്ടുന്നത്. അപ്പോൾ അത് സിമുലേറ്റ് ചെയ്യാനായിരിക്കാം. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇതിൻ്റെ മെയിൻ ഹെഡ് ലാമ്പ്സിൻ്റെ താഴത്തായിട്ട് അവർ വേറൊരു ലൈറ്റിംഗ് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ മെയിൻ ലൈറ്റ്സ് എല്ലാം വരുന്നത്. ഇപ്പോൾ വരുന്ന ഹാരിയറിലും അതുപോലെ പഞ്ചിലും വണ്ടികളിലൊക്കെ ഉള്ള ആ ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് ഇതിൻ്റെ അകത്ത് അവർ ഉപയോഗിച്ചിട്ടില്ല. ആൻഡ് ഇത് ടാറ്റ പറയുന്നതനുസരിച്ച് പ്രൊഡക്ഷൻ സ്പെക്ക് വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന എല്ലാ സംഭവങ്ങളും പ്രൊഡക്ഷൻ സ്പെക്കിലും എക്സ്പെക്ട് ചെയ്യാം. ഈവൻ ഈ കളർ വരെ പ്രൊഡക്ഷൻ സ്പെക്കിലേക്ക് വരുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ താഴത്തെ ഫോഗ് ലാംപ്സ് കാണാം. ആൻഡ് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം ഈ വാഹനത്തിൻ്റെ പുതിയ DRLs ആണ്. ഇതിന് മുന്നേ ഹാരിയറിലൊക്കെ വന്നിരുന്ന ഒരു DRLs നോക്കുകയാണെങ്കിൽ 3 പീസ് ആയിട്ടാണ് അവർ കൊടുത്തിരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു ഒറ്റ സിംഗിൾ പീസ് ആയിട്ടാണ് DRL പോകുന്നത്. സോ ഒരു കണക്ഷൻ ഉണ്ട്. ആൻഡ് സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അത്യാവശ്യം യൂണീക്ക് ആയിട്ടുള്ള ഡിസൈൻ എലമെൻറ്റ്സ് കാണാം. പ്രത്യേകിച്ച് B പില്ലർ സൈഡ്, അത് ബോഡി കളർ ഫിനിഷിലാണ് വരുന്നത്. ആൻഡ് പഴയ സിയറയുടെ ആ ഒരു ഗ്ലാസ് റൂഫ് പോലത്തെ ഫിനിഷ് മിമിക് ചെയ്യാൻ അവർ നോക്കിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഫിനിഷ് കൊടുക്കാൻ പറ്റില്ല, കാരണം ഇപ്പോഴത്തെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ വെച്ച് വണ്ടിക്ക് പാസ്സാകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഗ്ലാസ് ഏരിയ നമുക്ക് അത്രയും കൊടുത്തിട്ട് ബാക്കി പോർഷൻ അവർ ഗ്ലോസി ബ്ലാക്ക് വെച്ച് കവർ ചെയ്ത് പിന്നെ പാനോറാമിക് സൺറൂഫ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ അകത്ത് ഒരു ഡിസൈൻ ഫിലോസഫി അവർ മിമിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. പിന്നെ അലോയ്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് മാക്സിമം 19 ഇഞ്ച് വരെ ടയർ സൈസ് വരുന്നുണ്ട്. സോ അത് നല്ലതാണ്. പിന്നെ ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നമ്മൾ കർവിൽ കണ്ട പോലെ ORVMs ഒക്കെ ഇപ്പോഴും ഹാരിയറിൽ അവർ കൊടുക്കുന്ന സെയിം ORVMs തന്നെയാണ്. ഇതിനകത്ത് ഇപ്പോൾ A പില്ലറും C പില്ലറും നോക്കുകയാണെങ്കിൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. പക്ഷെ നമ്മൾ ബാക്കിലേക്ക് വരുമ്പം നല്ലൊരു വലിയ സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. അത് അഗെയിൻ ബോഡി കളർ ഫിനിഷിലാണുള്ളത്. ആൻഡ് വണ്ടിയുടെ ത്രൂ ഔട്ട് റൺ ചെയ്യുന്ന ഒരു ക്ലാഡിംഗ് നോക്കുകയാണെങ്കിൽ അതും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഈ വണ്ടിയുടെ റിയർ ഡിസൈൻ അത്യാവശ്യം യുണീക്കാണ്. നമുക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈൻ അങ്ങനെ പൊതുവെ വണ്ടികളെ കാണാൻ പറ്റാറില്ല. അതായത് കുറച്ചധികം നമ്മുടെ അങ്ങോട്ട് ബോഡി പാനലിലേക്ക് ഇങ്ങോട്ട് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ബൂട്ട് ഡോർ. പിന്നെ ടെയിൽ ലാംപ്സ് ആണെങ്കിൽ ഒരു ഒറ്റ കണ്ടിന്യൂസ് ലൈറ്റ് ആണ്. അതിൻ്റെ അകത്ത് തന്നെയാണ് അവരെല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. വേറെ അഡീഷണൽ ആയിട്ടുള്ള അറിയൊന്നും ഇല്ല ടെയിൽ ലാംപ്സിന്. ഭയങ്കര ബോക്സി ഡിസൈനാണ്. ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കാം, അത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. പക്ഷേ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും നമുക്ക് എന്തായാലും കാണാം, കാരണം വ്യത്യസ്തമായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഡിസൈനിൽ അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇൻറ്റീരിയറിൻ്റെ ഒരുപാട് ഫോട്ടോസ് നമുക്കിപ്പം അവൈലബിൾ ആയിട്ടില്ല, കാരണം അവർ കാണിച്ചപ്പോൾ തന്നെ പകുതി ഇൻറ്റീരിയറിന് കവർ ചെയ്തിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ടാറ്റയുടെ ആ ഒരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ നമുക്ക് കാണാം. ആൻഡ് ഇതിൻ്റെ അകത്ത് വരുന്ന ഇൻഫോടൈം സിസ്റ്റം 3 എണ്ണം ഉണ്ടാവും. അതായത് പാസഞ്ചർ സൈഡ് ഡിസ്പ്ലേ ഉണ്ടാവും. അതെല്ലാം ഒരൊറ്റ ലെയറിൽ ഇരിക്കുന്ന പോലെ തന്നെയാണല്ലോ നമ്മൾ XCV90 കണ്ട പോലെ. അതും എല്ലാം 12.3 ഇഞ്ച് സൈസ് വരുന്ന ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ സീറ്റ്സിൻ്റെ ഒക്കെ ഹെഡ് റെസ്റ്റിൻ്റെ ഒരു ഡിസൈനിൽ വ്യത്യാസം വന്നിരിക്കുന്നത് കാണാം. ഇൻഫാക്ട് സീറ്റിൻ്റെ ഡിസൈനിൽ തന്നെ ഫ്രണ്ടിലും ബാക്കിലും അത്യാവശ്യം ഡിഫറൻസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇൻസൈഡ് ഡോർ ഹാൻഡിൽസിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് കാണാം ഡിസൈൻ്റെ കാര്യത്തിൽ. അങ്ങനെ ഒരുപാട് ഡിസൈൻ ചേഞ്ചസ് കാണാൻ പറ്റും. ടാറ്റയുടെ മറ്റു വാഹനങ്ങളുമായിട്ടുള്ള ഇൻറ്റീരിയേഴ്സിൽ ഇതങ്ങനെ ഒരുപാട് സാധനങ്ങൾ കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്നില്ല. അതൊരു നല്ല കാര്യമാണ്, കാരണം ടാറ്റ ഇപ്പോൾ വന്ന് എല്ലാ വണ്ടികളും ഒരുപോലെ കാണാൻ തുടങ്ങിയായിരുന്നു. പക്ഷേ ഈ വണ്ടി എന്തായാലും കുറച്ചൊക്കെ ഡിഫറൻ്റ് ആണ്. ഈവൻ എക്സ്റ്റീരിയർ എടുക്കുകയാണെങ്കിലും വലിയ ബന്ധമൊന്നുമില്ല. കണക്റ്റഡ് DRLs ഒക്കെ ഉണ്ടെന്നല്ലാതെ ബാക്കി സാധനങ്ങളെല്ലാം വ്യത്യാസമുണ്ട്. ഇൻറ്റീരിയറിലും അവരങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഇവരുടെ ജനറേഷൻ 3 ആർക്കിടെക്ചറിൽ വരുന്ന അവിന്യ കോൺസെപ്റ്റ് ആണ്. 2 വർഷം മുന്നേ ഈ വണ്ടി നമ്മൾ കണ്ടതാണ്. പക്ഷേ എന്നാൽ അപ്പോൾ ഇത് വളരെയധികം കോൺസെപ്റ്റലൈസ്ഡ് ആയിട്ടുള്ളൊരു വേർഷനിലായിരുന്നു. ഒരിക്കലും അങ്ങനത്തെ ഒരു വണ്ടി പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. പക്ഷേ അവർ കൊണ്ടുവന്നിരിക്കുന്ന വണ്ടി നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു വാഹനമാണ്. ആൻഡ് ഡിസൈനൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതും അത്യാവശ്യം ഫ്യൂച്ചറിസ്റ്റിക് ആണെന്ന് തന്നെ പറയാം. പക്ഷേ എന്നാൽ നമുക്ക് റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെ അകത്ത് അവർ പിടിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ മറ്റേ വണ്ടിയിൽ കണ്ട കോൺസെപ്റ്റിൽ കണ്ട പോലെയുള്ള T-ഷേപ്പ് ലോഗോ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാം. അത് DRL ആയിട്ട് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേറെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ലോഗോ ഒന്നും ഇതിൻ്റെ അകത്ത് അവർ ടാറ്റയുടെ കൊടുത്തിട്ടില്ല. പിന്നെ കോൺട്രാസ്റ്റ് കളേഴ്സ് ആണ് വരുന്നത്. നമ്മുടെ ഹുഡിൽ വരെ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്, ഗ്ലോസി ബ്ലാക്ക് ആണ്. പിന്നെ അല്ലാതെ നമുക്ക് ബോഡി കളറും ബ്ലൂ കളറിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമ്മൾ സിയറ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ടാറ്റയുടെ വണ്ടികളായിട്ടൊന്നും ഇതിൻ്റെ ഡിസൈനിൽ ഒരു ബന്ധമില്ല. അതൊക്കെ അവർ കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട്.
ഈ വണ്ടി സിയറ പോലെ പ്രൊഡക്ഷൻ സ്പെക്ക് വേർഷൻ നമുക്ക് മൊത്തമായിട്ട് പറയാൻ പറ്റില്ല. ഇതൊരു ക്ലോസർ ടു പ്രൊഡക്ഷൻ സ്പെക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇനി ഒറിജിനൽ വണ്ടി വരുമ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് മാറാനുണ്ട്. ഈവൻ സൈഡ് പ്രൊഫൈലിൽ നോക്കുകയാണെങ്കിൽ ഈ വീൽസ് ഒന്നും എന്തായാലും ഇത്രയും വലിയ നമുക്ക് കിട്ടാൻ പോകുന്നില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ 20 ഇഞ്ച് അതായിരിക്കും ഈ ഒരു വാഹനത്തിൽ വരാൻ പോകുന്ന സൈസ്. പിന്നെ ഇത് കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പം ഫീൽ ചെയ്യുന്നുണ്ട്. ഒറിജിനലി ഒരു അവിന്യ കോൺസെപ്റ്റ് കാണിച്ച സമയത്ത് ഇത്രയും വലുപ്പമുള്ള വണ്ടി അല്ലായിരുന്നു. ജസ്റ്റ് 4.3 മീറ്റേഴ്സ് മാത്രമേ ലെങ്ത് ഉണ്ടായിരുന്നുള്ളൂ. ഇത് പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ബാക്കിലെ ഓവർഹാങ് ഒക്കെ അവർ നന്നായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു കൂപ്പ SUV ഒരു ഇത്തിരി വലിച്ചു നീട്ടിയ പോലത്തെ ഫീലാണ് ഇതിൻ്റെ റിയറിലോട്ട് വരുമ്പോൾ നമുക്ക് തോന്നുന്നത്. ആക്ച്വലി റിയർ ഡിസൈൻ എനിക്ക് പേഴ്സണലി അത്രയധികം ഇഷ്ടപ്പെട്ടില്ല. സംഭവം അത്യാവശ്യം സ്ലീക്കൊക്കെയാണ്, പക്ഷെ എന്തോ ഒരു ഇത്തിരി കൂർത്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഡിസൈൻ പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ അവർ ഫ്രണ്ടിൽ കൊടുത്ത പോലെ തന്നെ അവർ T ഷേപ്പ് DRLസിൻ്റെ ഡിസൈൻ ബാക്കിലെ ടെയിൽ ലാംപ്സിൽ മിമിക്കാൻ നോക്കിയിട്ടുണ്ട്. അത് നല്ലതാണ്. പിന്നെ അവന്യയുടെ ബാഡ്ജിങ് നമുക്ക് കാണാം. ആൻഡ് അഗെയിൻ ഇതിൻ്റെ സൈഡ് ബോഡി ക്ലാഡിങ് മൊത്തം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കിട്ടുന്നത്. ഈവൻ ഫ്രണ്ട് ആൻഡ് റിയർ ബമ്പേഴ്സും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്പോയിലർ ഉണ്ട്, അതും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സീ പില്ലർ നോക്കുകയാണെങ്കിൽ അവിടെ ഗ്ലോസി ബ്ലാക്കും കുറച്ച് സ്ഥലത്ത് ബോഡി കളറൊക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള അപ്രോച്ചാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിൽ അവർ പിടിച്ചിരിക്കുന്നത്. ഇനി ഈ വാഹനത്തിന് ഇൻറ്റീരിയർ ഭയങ്കര സ്പെഷ്യലാണ്. കാരണം നമ്മൾ ടാറ്റയുടെ വണ്ടികളിൽ ഇങ്ങനത്തെ ഒരു ഇൻറ്റീരിയർ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് കാണുമ്പോൾ ഒരു ലാൻഡ് റോവറിൻ്റെ ഒക്കെ ഇൻറ്റീരിയർ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത്രയും പ്രീമിയം ആയിട്ടുള്ളൊരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് ഒക്കെ എക്സാക്ട്ലി ലാൻഡ് റോവറിൻ്റെ ഇപ്പോഴത്തെ വാഹനങ്ങളിൽ വരുന്ന അതുപോലെ തന്നെയുണ്ട്. ഇത് 2 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ്. ആൻഡ് നടുവിലത്തെ പോർഷനിൽ ഒരു ഭാഗത്തിന് ഗ്ലോസി ബ്ലാക്ക് ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ വരുന്ന സ്റ്റിയറിംഗിൻ്റെ ഒരു ഇത്തിരി കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഓർ അപ്പ് മാർക്കറ്റ് ആയിട്ടുള്ള വേർഷൻ എന്ന് പറയാം. ആൻഡ് ഈവൻ ഡാഷ്ബോർഡ് ലേഔട്ടൊക്കെ നോക്കുകയാണെങ്കിലും നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും കണ്ട ആ ഒരു T ഷേപ്പ് ലോഗോ ഇതിൻ്റെ അകത്ത് ആംബിയൻ ലൈറ്റ് പോലെ അവർ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. ആൻഡ് വളരെ വലിയൊരു ഇൻഫോടൈം സിസ്റ്റമാണ് നടുവിലിരിക്കുന്നത്. ഭയങ്കര മിനിമലിസ്റ്റിക് അപ്രോച്ചാണ് ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡ് ലേഔട്ടിൽ അവർ പിടിച്ചിരിക്കുന്നത്. നമുക്കങ്ങനെ ഒരുപാട് ബട്ടൺസോ ഓർ ഈവൻ ഒരുപാട് സ്ക്രീൻസോ സംഭവങ്ങളോ ഒന്നും കാണാൻ പറ്റുന്നില്ല. അത് എല്ലാം ഒരൊറ്റ ഒരു ഡ്യുവൽ ടോൺ പാനലിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോവാണ്. കാണാൻ നല്ല രസമുണ്ട് ആക്ച്വലി ഇൻറ്റീരിയർ. ഇപ്പോൾ വരുന്ന ടാറ്റ വണ്ടികളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര പ്രീമിയം ആയിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ അവർ ചെയ്തിരിക്കുന്നത് എന്ന് പറയാം. ഈവൻ റിയർ സീറ്റ്സ് ആണെങ്കിൽ പോലും ഇവരിപ്പോൾ ഈ കോൺസെപ്റ്റ് വണ്ടിയിൽ കാണിച്ചിരിക്കുന്നത് അതും ഭയങ്കര പ്രീമിയമാണ്. നമുക്ക് ബോസ് മോഡ് ഉണ്ട്. ആൻഡ് ബാക്കിൽ ലെഫ്റ്റ് സൈഡിലെ പാസഞ്ചർ സീറ്റ് നമ്മൾ ഫ്രണ്ടിലോട്ടാക്കി കഴിഞ്ഞാൽ ബാക്കിലിരിക്കുന്നവർക്ക് കാല് സുഖമായിട്ട് വെച്ചിരിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ പറയേണ്ട. ഈവൻ ബാക്കിലത്തെ സീറ്റ്സ് ആണെങ്കിൽ പോലും ഇത് 4 സീറ്റർ ആയിട്ടാണ് അവരിപ്പോൾ കാണിച്ചിരിക്കുന്നത്. അതായത് ബാക്കിൽ നമുക്കൊരു ചെറിയ പാർട്ടീഷൻ പോലെ നടുവിലായിട്ട് വരുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് അഡീഷണൽ കാര്യങ്ങൾ, അതായത് നമ്മുടെ കൺട്രോൾസ് ആയിക്കോട്ടെ ഓർ ഈവൻ ഒരു കപ്പ് ഹോൾഡേഴ്സ്, ട്രേ തുടങ്ങിയ എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. എഗെയിൻ ഇതിനകത്ത് കാണുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ പ്രൊഡക്ഷനിലേക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളും എങ്കിലും ഒരു പ്രൊഡക്ഷൻ വണ്ടിയിൽ കൊണ്ടുവരികയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഇതാണ് അവിന്യ കോൺസെപ്റ്റിനെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനിയിപ്പം ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാഹനം ഇവരുടെ ഹാരിയർ EV ആണ്. പറഞ്ഞു വരുമ്പോൾ ഇതിനെപ്പറ്റി പറയാൻ അധികമൊന്നുമില്ല. കാരണം എക്സ്റ്റീരിയർ ഞാൻ എന്തായാലും ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള സെയിം വണ്ടി തന്നെയാണ്. അലോയ് വീൽസിൻ്റെ ഡിസൈനിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. അതും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ മെയിനായിട്ട് വ്യത്യാസം വരുന്ന ഈ വാഹനത്തിനകത്ത് ഓൾ വീൽ ഡ്രൈവ് അവർ ഇലക്ട്രിക് വണ്ടിയുടെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ഒറിജിനൽ പ്ലാറ്റ്ഫോമായ ഒമേഗ ആർക്ക് അവർ ഓൾ വീൽ ഡ്രൈവ് കൂടെ സെറ്റ് ചെയ്യുന്ന രീതിയിലല്ല ഉണ്ടാക്കിയത്. പിന്നെ ഫിയറ്റിൻ്റെ എഞ്ചിനാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതുകൊണ്ടും കൂടെ ഓൾ വീൽ ഡ്രൈവ് ആക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈവൻ ഇത് ഓൾ വീൽ ഡ്രൈവ് കോമ്പസിൽ കിട്ടുന്നുണ്ട് എങ്കിൽ പോലും. പിന്നെ ഈ ഓൾ വീൽ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഹാരിയർ EVക്ക് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇതിൻ്റെ അകത്ത് ഒരു ഓൾ വീൽ ഡ്രൈവ് കൊണ്ടുവന്നു എന്ന് അഡീഷണൽ ആയിട്ട് എടുത്ത് പറഞ്ഞു എന്ന് മാത്രം. ബാക്കി 2 വണ്ടികൾ നമ്മൾ കണ്ടാലും തീർച്ചയായും ഓൾ വീൽ ഡ്രൈവ് ഉണ്ടാവും. കാരണം ഹാരിയർ EVയിൽ ഓൾ വീൽ ഡ്രൈവ് വരിക എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും മറ്റു 2 വണ്ടികളിൽ ഓൾ വീൽ ഡ്രൈവ് വരാനുള്ളത് തന്നെയാണ്. എന്തായാലും ഈ വാഹനത്തിൻ്റെ ബാറ്ററി കൺഫിഗറേഷനെ പറ്റിയൊന്നും ഒരു ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഒരു കാര്യം നമുക്ക് പറയാം, ഇപ്പോൾ ടാറ്റ ഓഫർ ചെയ്യുന്ന മാക്സിമം 55 kWh ബാറ്ററി പാക്കാണ്. അത് കർവ് EVയിലാണ്. ഈ പറഞ്ഞ 3 വണ്ടികളും അതിനേക്കാൾ വലുപ്പമുള്ള വണ്ടികളായതുകൊണ്ട് തന്നെ തീർച്ചയായും മഹീന്ദ്രയൊക്കെ കൊടുക്കുന്ന പോലെ അറൗണ്ട് 60 to 80 kWh ഇടയിൽ സൈസുള്ള ബാറ്ററി പാക്ക് തന്നെയായിരിക്കും ഇനി ടാറ്റ ഓഫർ ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് റിയൽ ലൈഫ് റേഞ്ച് 400 മുകളിൽ ഓർ 500 അടുത്തായിട്ട് എന്തായാലും ഇനിയിപ്പോൾ ഈ വാഹനങ്ങളൊക്കെ കിട്ടി തുടങ്ങും. അറ്റ്ലീസ്റ്റ് ടോപ്പ് എൻഡ് വേർഷൻസിലെങ്കിലും. സോ ഗൈസ്, ഇതാണ് ടാറ്റ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന അവരുടെ 3 പുതിയ വാഹനങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ വണ്ടിക്ക് നല്ല ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.